പ്രത്യുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. തൊഴിലിനോടൊപ്പം ദൈവഭക്തി കാത്തു സൂക്ഷിച്ച ഒരു സ്ത്രീയാണ് വസ്ത്രവ്യാപാരിയായിരുന്ന ലുദിയ. അപ്പോസ്തല പ്രവൃത്തി 16:11 മുതലുള്ള വാക്യങ്ങൾ. വില കൂടിയ വസ്ത്രമായ രക്താംബരമായിരുന്നു ലുദിയ വ്യാപാരം ചെയ്തിരുന്നത്. വസ്ത്രവ്യാപാരം ലുദിയയെ വലിയ ധനസ്ഥിതിയിൽ എത്തിച്ചപ്പോഴും അവൾ പ്രാർത്ഥനയ്ക്കായി സമയം കണ്ടെത്തിയിരുന്നു. ആ കാലത്ത് അനേകരും പ്രാർത്ഥനയ്ക്കായി കൂടി വന്നിരുന്നത് പുഴവക്കത്തായിരുന്നു. തന്മൂലം പൗലോസും ശീലാസും അവരോട് സംസാരിപ്പാനായി പുഴവക്കത്ത് എത്തി. വചനം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ വസ്ത്രവ്യാപാരിയായിരുന്ന ലുദിയയും ഉണ്ടായിരുന്നു. ദൈവം വചനത്തിനായി അവളുടെ ഹൃദയം തുറക്കുകയും അവൾ രക്ഷിക്കപ്പെടുകയും ചെയ്തു. വചനം കേൾക്കുന്ന നമ്മിൽ രക്ഷയുടെ അനുഭവം ഉണ്ടാകുന്നുണ്ടോ? ലുദിയ നമുക്ക് 2 ചിന്തകൾ നൽകുന്നുണ്ട്. ഒന്ന്, തൻ്റെ ജോലിയിലും ഭക്തിജീവിതം നയിച്ച ലുദിയ. അപ്പോസ്തല പ്രവൃത്തി 16:14 വാക്യം. വലിയ ബിസിനസ്സുകാർ സാധാരണയായി ആരാധനയിൽ പങ്കെടുക്കുന്നതിന് വലിയ താല്പര്യം കാണിക്കാറില്ല. പള്ളിക്കും പട്ടക്കാർക്കും വേണ്ടത് എത്തിച്ചു കൊടുക്കും, വലിയ ദാനധർമ്മങ്ങൾ ചെയ്യും. എന്നാൽ ആരാധനയിൽ പങ്കെടുക്കുന്നത് വിരളമായിരിക്കും. തിരക്കിനിടയിൽ സമയം ലഭിക്കുന്നില്ല എന്ന് അവർ പറയും. തിരക്കുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുവാൻ പോലും സമയം കിട്ടുന്നില്ല എന്ന് പറയുന്ന ശുശ്രൂഷകന്മാരും പട്ടക്കാരും ഉണ്ട്. എന്നാൽ ലുദിയ തൻ്റെ ബിസിനസ്സിനൊപ്പം ഭക്തി ജീവിതം നയിച്ചു. പുഴവക്കത്ത് പ്രാർത്ഥനയ്ക്കായി കൂടി വന്നു. പൗലോസും ശീലാസും വചനം സംസാരിക്കുന്നത് കേൾക്കുവാൻ അവൾ താല്പര്യപ്പെട്ടു. ഇന്ന് നാമോ തിരക്കുകൾക്കിടയിൽ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി സമയം വേർതിരിക്കുവാൻ കഴിയുന്നുട്ടോ. 1924 ഒളിമ്പിക്സിൽ 100 മീറ്റർ ഓട്ടത്തിന് സ്വർണ്ണ മെഡൽ നേടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഓട്ടക്കാരനായിരുന്നു എറിക് ലിൻഡൽ. എന്നാൽ ആ മത്സരം ഒരു ഞായറാഴ്ച ആയിരുന്നതിനാൽ എറിക് ഓട്ടത്തിൽ നിന്നും പിന്മാറി. സ്വർണ്ണ മെഡൽ നഷ്ടപ്പെടുന്നത് രാജ്യത്തിൻ്റെ നഷ്ടമാണ് എന്ന് പലരും ഉപദേശിച്ചിട്ടും എറിക് തൻ്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറാതെ ആ പ്രഭാതത്തിൽ ആരാധനയിൽ പങ്കെടുത്തു. തുടർന്ന് താൻ പരിശീലിച്ച 100 മീറ്റർ ഓട്ടത്തിനേക്കാൾ 4 ഇരട്ടി ദൂരത്തിൽ ഓടേണ്ട 400 മീറ്റർ ഓട്ടത്തിൽ മത്സരിച്ചു. 400 മീറ്റർ ഓട്ടത്തിൽ എറിക് സ്വർണ്ണ മെഡൽ നേടി. സ്വർണ്ണ മെഡലിനേക്കാൾ വില ഉള്ളതായിരുന്നു എറിക്കിൻ്റെ വിശ്വാസം. ഓരോ പദവികൾ നേടിയെടുക്കുന്നതിനിടയിൽ എത്രയോ ആരാധന നാം മുടക്കിയിട്ടുണ്ട്. ആരാധന മുടക്കി പല വിനോദയാത്രകളിലും വിവാഹ സൽക്കാരങ്ങളിലും സ്നേഹിതരെ സന്ദർശിക്കുന്നതിലുമൊക്കെ നാം പങ്കെടുത്തിട്ടില്ലേ? ദാവീദ് പറയുന്നത്, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്നവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. സങ്കീർത്തനം 122:1. സന്തോഷം അനുഭവിപ്പാനായി നമുക്കും അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും പ്രകാരങ്ങളിൽ സ്തുതിയോടും കൂടി ചെല്ലാം. സങ്കീർത്തനം 100:4. 2, ലുദിയ ദൈവഭക്തിയായിരുന്നു എങ്കിലും ഒരു മാനസാന്തര അനുഭവം അവളിൽ ഉണ്ടായിരുന്നില്ല. അതായത് ലുദിയക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരുന്നു, എന്നാൽ അവൾ മാനസാന്തരപ്പെട്ടിരുന്നില്ല. 14 വാക്യത്തിൽ വായിക്കുന്നത്, ലുദിയ എന്നു പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു എന്ന്. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. പൗലോസിൽ കൂടി ലഭിച്ച ദൈവവചനമാണ് ലുദിയയെ മാനസാന്തര അനുഭവത്തിലേക്ക് നയിച്ചത്. രക്ഷിക്കപ്പെടാതെയും ഭക്തിജീവിതം നയിക്കുവാൻ സാധിക്കുമെന്നതിൻ്റെ വേറൊരു തെളിവാണ് ശതാധിപനായ കൊർന്നല്യോസിൻ്റെ ജീവിതം.
കൊർന്നേലിയോസ് ഭക്തനായിരുന്നു, വീടടക്കം ദൈവത്തെ ഭയപ്പെട്ടിരുന്നു, ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നു, എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 10:2 ഇത്രയും ഗുണങ്ങളുണ്ടായിരുന്ന കൊർന്നേലിയോസ് ഒരു ദർശനം കാണുന്നുണ്ട്. ആ ദർശനത്തിൽ കർത്താവ് പറയുന്നത്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുൻപിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശിമോനെ വരുത്തുക. പ്രവൃത്തി 10:45. തുടർന്ന് പത്രോസിൻ്റെ പ്രസംഗമാണ് കൊർന്നേലിയോസിനെയും കുടുംബത്തെയും മാനസാന്തരത്തിലേക്ക് നയിച്ചത്. ഇന്ന് നമ്മിൽ പലരും ലുദിയമാരും കൊർന്നേലിയോസുമാരുമാണ്. നമുക്ക് ദൈവഭക്തരാണ്. ആരാധനയിലും പ്രാർത്ഥനാ കൂട്ടങ്ങളിലും മുടക്കം കൂടാതെ പങ്കെടുക്കുന്നവരുമാണ്. ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലും നന്മ പ്രവർത്തിക്കുന്നതിൽ മുൻപന്തിയിലുമാണ്. എന്നാൽ ഒരു ചോദ്യം, യേശുക്രിസ്തുവിനെ കർത്താവ് രക്ഷിതാവുമായി അംഗീകരിച്ച ഒരു ആത്മിക അനുഭവം ഉണ്ടായിട്ടുണ്ടോ? രക്ഷാനിർണയം പ്രാപിച്ചിട്ടുണ്ടോ? മാനസാന്തര അനുഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലയെങ്കിൽ നമ്മൾ ഓട്ടുകത്വാനും നിഷ്ഫലമാണ്. ദൈവവചനം ഒന്ന് മാത്രമാണ് നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നത്. വചനമാണ് നമ്മിലുള്ള ബലഹീനതകളെയും കുറവുകളെയും നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് വചനം വായിക്കാം, ധ്യാനിക്കാം, ദിനംതോറും വചനവുമായി കർത്താവിൻ്റെ കാൽക്കൽ ഇരിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, യഥാർത്ഥ മാനസാന്തര അനുഭവത്തിൽ നിലനിൽക്കുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. വചനമെന്നാത്മാവിൻ ദാഹം തീർക്കാൻ അരുളുക ദാസരിൽ വരമധികം, പകരുക ആത്മാവിൽ തിരുശക്തിയാ നിറയുവാൻ നിൻ ജനങ്ങൾ, പകരുക ആത്മാവിൽ തിരുശക്തിയാ നിറയുവാൻ നിൻ ജനങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ